One is Spearman's rank correlation coefficient. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് റാങ്ക് ബേസിൽ ഓർഡേഡ് ആണെങ്കിൽ അതിൻ്റെ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻ്റ് ആണ്. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഈസ് എ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണ്. പാരാമെട്രിക് എന്ന് പറയുമ്പോൾ അതിനർത്ഥം പോപ്പുലേഷനിൽ നിന്ന് എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. നോൺ പാരാമെട്രിക് സാമ്പിൾ ഇറ്റ് ഈസ് ടു സ്റ്റഡി സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു റാങ്ക്ഡ് വേരിയബിളിൻ്റെ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ മെഷർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യാറ്. ദ മെത്തേഡ് ഈസ് അപ്ലൈഡ് ദ ഓർഡിനൽ സെറ്റ് ഓഫ് നമ്പേഴ്സ്. നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് ഓർഡിനൽ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ഓർഡർ വൺ ആഫ്റ്റർ ദ അതർ സോ ദാറ്റ് റാങ്ക് ക്യാൻ ബി ഗിവൺ ടു ഈച്ച്. നമ്മൾ നേരത്തെ കഴിഞ്ഞ് പറഞ്ഞ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിൽ എക്സ് വൈ ഒക്കെ ഒരു വാല്യൂ 2, 3, 4. എന്നാൽ ഈ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ കൊടുത്തിട്ട് വൈൻ്റെ വാല്യൂ അതേപോലെ ഒരു റാങ്ക് ആയിരിക്കും. അങ്ങനെ കൊടുത്തിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയാം? ആ സമയത്താണ് നമ്മൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻ്റ് എടുക്കുന്നത്. ഇൻ ദ റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻ്റ് മെത്തേഡ് ദ റാങ്ക്സ് ആർ ഗിവൺ ടു ഈച്ച് ഇൻഡിവിജ്വൽ ഓൺ ദ ബേസിസ് ഓഫ് ഈസ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ക്വാളിറ്റിയിലെയും ക്വാണ്ടിറ്റിയുടെയും അടിസ്ഥാനത്തിലാണ് റാങ്ക് നമ്മൾ കൊടുക്കുക. സച്ച് ആസ് റാങ്ക് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് പൊസിഷൻ ടിൽ nth പൊസിഷൻ ഫോർ ദ വൺ റാങ്കഡ് ടു ലാസ്റ്റ്. ഓക്കെ, ഇതിന് ഫസ്റ്റ് കൊടുക്കും, അങ്ങനെ സെക്കൻഡ്, തേർഡ്, ഈ രീതിയിൽ എത്രയാണോ റാങ്ക് വരാതെ n വരെ ഉണ്ടെങ്കിൽ nth പൊസിഷൻ വരെ നമ്മൾ കൊടുക്കും. ചില കേസിലൊക്കെ ഇപ്പോൾ ബ്യൂട്ടി കോൺടെസ്റ്റിലൊക്കെ നമ്മൾ റാങ്ക് എടുക്കുക ഫസ്റ്റ്, സെക്കൻഡ്, ഇത്ര ബ്യൂട്ടി ഉണ്ട് നമുക്ക് വരാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻ്റ് മെഷർ ചെയ്യാറുള്ളത്. അത് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1 × 6 സിഗ്മ d² ഡിവൈഡഡ് ബൈ n × n²-1. ഓക്കെ, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ മെത്തേഡ് ദ വാല്യൂസ് ആർ ലൈസ് ബിറ്റ്വീൻ +1 -1 ഇടയിലായിരിക്കും. +1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. -1 ആണെങ്കിൽ കംപ്ലീറ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്നാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. r=0 ആണ്, നോ അസോസിയേഷൻ ഇൻ ദ റാങ്ക്സ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കിവിടെ തന്നതിൽ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് റാങ്ക് തന്നിട്ടില്ല, വാല്യൂസ്, പക്ഷേ റാങ്ക് വെച്ചിട്ട് കാണാൻ പറഞ്ഞു. അപ്പോൾ തന്ന വാല്യൂസിന് എന്ത് ചെയ്ത് ആദ്യം സെയിൽസ്, അഡ്വർടൈസ്മെൻറ്റ്, അതിന് നമ്മൾ ആദ്യം റാങ്ക് ആയിട്ട് മാറ്റി. സെയിൽസിൻ്റെ റാങ്ക് അതിനെ R1 എന്ന് പറയും. R1 ഇതിൽ ഏറ്റവും ഹൈയസ്റ്റ് ഏതാ? 95 നേരെ 1 കൊടുത്തു, 90, 2, 85, 3, അങ്ങനെ 1 മുതൽ 8 വരെയുള്ള റാങ്ക് കൊടുത്തു. ഇനി അതേപോലെ സെയിൽസിലെടുത്ത്, സെയിൽസിൽ ഏറ്റവും ഹൈയസ്റ്റ് 8 ആണ്, അപ്പോൾ 1 കൊടുത്തു, പിന്നെ 7 ആണുള്ളത്, 2, 3, ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ കൊടുത്തു. റാങ്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ D ആണ് കാണേണ്ടത്. നമ്മൾ ഇക്വേഷൻ സിഗ്മ d² എന്നാണല്ലോ. അപ്പോൾ ഇവിടെ D കാണാം. D കാണാൻ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. 2 - 2 0, 3 - 3 0, 8 - 7 1, 6 - 6 0. ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് R1 നിന്നും R2 എക്സിൻ്റെ റാങ്കിൽ നിന്നും വൈൻ്റെ റാങ്ക് എന്ത് ചെയ്യാണ്? കുറക്കുകയാണ് ചെയ്യുന്നത്. 4 - 5 -1, 5 - 4 1, 1 - 1 0, 7 - 8 -1. ഇത് എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഡീൻ്റെ സ്ക്വയർ കാണാം. 0ൻ്റെ സ്ക്വയർ 0, 0, 1ൻ്റെ 1 0, 1, 1, 0, 1. ടോട്ടൽ നമുക്ക് കിട്ടി 4. ഇനി നമ്മൾ അത് ഇക്വേഷനിൽ കൊടുക്കാം. R=1 - 6 സിഗ്മ d² ഡിവൈഡഡ് ബൈ n × n²-1. 1 - 6 × 6 സിഗ്മ d² എത്ര? d²ൻ്റെ ടോട്ടൽ 4 ഡിവൈഡ് ബൈ 8. n എത്ര? 8 ആണല്ലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, അല്ല 8 × 8²-1. അങ്ങനെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി 0.953. ഇങ്ങനെയാണ് നമ്മൾ റാങ്ക് കോറിലേഷന് കാണാറുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ കാണാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമുകൾക്കൊക്കെ ഇതിനൊക്കെ വരിക, ഇത് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് D കണ്ടാൽ മതി, പിന്നെ ഡീൻ്റെ സ്ക്വയർ കാണാം. ചില കേസിൽ ഇങ്ങനെ ആയിരിക്കും തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് റാങ്കിലേക്ക് മാറ്റിയിട്ടാണ് കാണേണ്ടത്. ദിസ് മെത്തേഡ് ഈസ് സിമിലർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസിയർ ടു അപ്ലൈ കമ്പയർഡ് ടു കാൾപേഴ്സൺ കോറിലേഷൻ മെത്തേഡ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ മെത്തേഡ് ഈസിയർ ആണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെർ വി ക്യാൻ ഗിവ് ദ റാങ്ക്സ് ആൻഡ് ദ നോട്ട് ദ ആക്ച്വൽ ഡാറ്റ. നമുക്ക് റാങ്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്ച്വൽ ഡാറ്റ തന്നിട്ടില്ലെങ്കിൽ റാങ്ക് തന്നിട്ട് ആക്ച്വൽ ഡാറ്റ തരാത്തൊരു കേസാണ്.
ക്വാളിറ്റേറ്റീവ് ടേമിലാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ 1/4% എന്തേ പറ്റുള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് ടേമിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ദിസ് മെത്തേഡ് ഈസ് ടു യൂസ് വേർ ദ ഇനീഷ്യൽ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് റാങ്ക്. ഈ മെത്തേഡ് നമുക്ക് ഇനീഷ്യൽ ഡാറ്റ റാങ്ക് ആണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റാങ്ക് അല്ലാതെ മറ്റൊരു കേസിലാണെങ്കിൽ റാങ്ക് ആക്കിയിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു ഫൈൻഡ് കോറിലേഷൻ ഇൻ എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല. എന്നിൻ്റെ വാല്യൂ 30 മുകളിലാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക. ദിസ് മെത്തേഡ് ഷുഡ് ബി അപ്ലൈഡ് വേർ n exceed 30 ആയിരിക്കണം. ആ സ്പിയർമാൻ റാങ്ക് ഓൺലി യൂസ് റാങ്ക് മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. ഇറ്റ് നോട്ട് അഫക്റ്റഡ് ബൈ സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ഇൻ റീഡിംഗ്. മറ്റു സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ഇതിൽ യൂസ് അതെ. എ സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ ഡസ് നോട്ട് നെസറലി മീൻ ദ കോസ് ആൻഡ് എഫക്റ്റ്. ഇതിൽ കോസ് ആൻഡ് എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ചില കേസിൽ ഒരേ കേസിൽ സെയിം റാങ്ക് വരും, അപ്പോൾ നമ്മൾ വേറൊരു ഇക്വേഷനാണ് യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.